ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഇതിപ്പോൾ അതിൻ്റെ എൻട്രി ആണ്. അവിടെ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് നടന്ന് പോകണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ 8 മണിക്ക് എത്തിയിട്ട് 9 മണിയായി ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറ്റി വിടാൻ. അപ്പോൾ അതിൻ്റെ ആൾ വന്ന് ഉള്ളിലേക്ക് ഒരാൾക്ക് 30 രൂപ വീതം ടിക്കറ്റിനുണ്ട്. അതൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി വിട്ടു. അപ്പോൾ നമ്മളിതങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 8 മണി 9 മണിൻ്റെ ഉള്ളിലായിട്ട് എത്തിയാൽ മതി. അപ്പോഴേക്കാണ് ഇവിടെ തുറക്കൂ. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടത്തേക്ക് വരുന്നേരം ഒന്നെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ തീപ്പെട്ടി, ലൈറ്റർ അങ്ങനെയുള്ളതൊക്കെ കയ്യിൽ വെക്കണം. അത് നല്ലതാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. നമ്മളവിടെ എത്തിയതാണ് ഈ കാര്യം നമ്മൾ അറിയുന്നത്. ഒന്നുമില്ല, ചെറിയൊരു പ്രശ്നം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അട്ടശല്യം കുറച്ച് കൂടുതലാണ്. നമ്മളവിടെ എത്തിയാൽ ഈ സംഭവം അറിയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കയറ്റില്ല. നമ്മൾ എന്തെങ്കിലും കുപ്പിയുടെ എന്തെങ്കിലും കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മളെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകണം. ഓക്കെ, പറ്റുവാണെങ്കിൽ എന്തെങ്കിലും പഴങ്ങളോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ചങ്ങായിമാരെ, നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്, കാട്ടിനുള്ള അധിക ദൃശ്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കാലിൽ നന്നായി അട്ടകൾ കയറി കടിച്ചിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിതാ അതിൻ്റെ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് എന്താ പറയുക, കുറച്ചൊരു പ്രശ്നം പിടിച്ച ഒരു ഇറക്കമാണ്. ഈ ഒരു മലൻ്റെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി കുറച്ച് ദൂരം ഇറങ്ങാനുണ്ട്. അതിറങ്ങി കാണുന്ന മലേൻ്റെ മുകളിലേക്ക് നമ്മൾ കയറണം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതാണെങ്കിൽ പ്രശ്നമില്ല. വേറെ ആരെങ്കിലും നമ്മൾ ഒന്നായിട്ട് കൂട്ടിയിട്ട് പോകുന്നില്ല, നമ്മളെ വൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന നേരം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. കാരണം അവർക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ബോയ്സ് ഇറങ്ങുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, അത് നമുക്കും കുറച്ചൊരു പ്രശ്നം ആയതുപോലെയാണ്. ഇപ്പം കണ്ടില്ലേ, ഒരാൾ ഇപ്പം അവിടെ ചെറുതായിട്ട് വീണ്. എന്താ പറയുക, ഇനിയിപ്പോൾ അതാ കാണുന്ന മലൻ്റെ മുകളിലേക്ക് നമ്മൾ നടക്കുകയാണ്. നമ്മളിതാ ഇങ്ങനെ ആ മല ഇറങ്ങി കഴിഞ്ഞു ഏകദേശം. ഇനി ആ കാണുന്ന മലമുകളിലേക്ക് നമ്മൾ കയറി പോകണം. ഇപ്പോൾ ഇവന് ഇങ്ങനെ നോക്കുകയാണ്, ഇത് നമ്മൾ തന്നെ കയറണ്ടേ എന്നുള്ളത്. എന്താ ചെയ്യാൻ, നമ്മൾ തന്നെ കയറണടാ. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി വെറും മിനിറ്റുകൾ മാത്രം ബാക്കി. അപ്പോൾ ഗൈസ്, നമ്മളിതാ ആ ബാക്കിൽ കാണുന്ന ആ മലൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇനി നമ്മൾ വേറൊരു മല കൂടി കയറിയിട്ട് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്.
ഗായ്സ് ഇതാ നമ്മളിതാ ഇങ്ങനെ വേറൊരു വ്യൂ പോയിന്റിലേക്ക്, അതായത് ഒരു വ്യൂ പോയിന്റിലെത്തി അവിടുന്ന് വേറൊരു വ്യൂ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അത് ഭയങ്കര എന്താ പറയണ്ടേ, കുറച്ച് എന്താ പറയുക, ഒന്ന് കാല് തെറ്റിയാൽ താഴേക്ക് പോയി എന്നുള്ള അവസ്ഥയിലുള്ള ഒരു ഇറക്കാണ്. അത് പോകുന്നവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളിതാ വ്യൂ പോയിന്റിലേക്ക് എത്തി. ഈ കാണുന്നതാണ് രണ്ടാമത്തെ വ്യൂ പോയിന്റ്. അവിടത്തേക്ക് അങ്ങനെ അധികം ആരും ഇറങ്ങി പോക്കില്ല, എല്ലാവരും മടിയാണ്. കാരണം തിരിച്ചു കയറുന്ന കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഇറങ്ങാൻ മടിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ആ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അത് അങ്ങ് കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വണ്ടി, അതായത് ബൈക്കിൽ നമ്മൾ എന്താ പറയുക മേലോട്ടേക്ക് ചുരത്തിലേക്ക് കയറി വന്നതും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി കയറി ഇപ്പോൾ ഇത്രയും ടോപ്പിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് ഏകദേശം നമ്മളിപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടാവും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയണ്ടേ, ഫോഗൊന്നും അങ്ങനെ കാണാത്തത്. പക്ഷേങ്കിൽ കുറച്ച് നേരത്തെ ഒരു 6:30-7 മണിക്കൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണെങ്കിൽ നല്ല ഫോഗ് കാര്യങ്ങളും. അപ്പോൾ ഈവനിങ് ആ നേരം ഏകദേശം നല്ലോണം ഫോഗ് മൂടിയിട്ടുണ്ടാവാനാണ് ചാൻസ്. എല്ലാവരും വളരെ ടയർഡായിരിക്കുകയാണ്. കാരണം കുടിക്കാൻ വെള്ളമൊന്നും എടുക്കാതെയായിരുന്നു മേലയിലേക്ക് പോയത്. നമ്മൾ വിചാരിച്ചു മേലെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. നോക്കുന്നേരം ഇപ്പോൾ ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ അത്ര അങ്ങ് എന്താ പറയാൻ ഓർത്തില്ല. നമ്മൾ വെള്ളം ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും കയറ്റത്തില്ല ഉള്ളിലേക്ക്. അപ്പോൾ ഭയങ്കര ടയർഡായി, എന്താ പറയുക, ഒരു അട്ടകളുടെ കടിയായിരുന്നു. അങ്ങനെ മേലിലേക്ക് ഇങ്ങനെ എത്തിയെന്നുള്ളത് പെട്ടെന്ന് എത്തി മേലിലേക്ക്. ഇപ്പം തിരിച്ചു വരുന്നത് കുഴപ്പമില്ല, ചെറുങ്ങനെയാണല്ലോ അട്ട. എല്ലാവരും ടയർഡായി. കുറേ പേര് മുമ്പിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി കുറച്ചേ ഉള്ളൂ എത്താനായി. നമ്മളിതാ പൈതൽ മല കംപ്ലീറ്റ് ആക്കി തിരിച്ച് ഇറങ്ങുകയാണ്. ഇനി
ഇനി കുറച്ച് ചുരങ്ങൾ, ചെറിയ മലകളൊക്കെ ഇറങ്ങി പോകണം വണ്ടി എടുത്തിട്ട്. പിന്നെ ഏകദേശം ബാറ്ററിയൊക്കെ തീരാനായി. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.